ഞങ്ങൾക്കുണ്ടല്ലോ റിലേഷൻഷിപ്പ്. എന്താണ് മുച്ചിരി ഗ്യാങ്ങിന് വേണ്ടി ചെയ്തിട്ടുള്ളത്? ഒന്നും ചെയ്തിട്ടില്ല. ഒരു 4 ഉമ്മനാടാ. നമ്മൾ ലോയൽറ്റി ചന്ദ്ര നീകൻ എന്താ വരാത്ത മീറ്റിങ്ങിനൊന്നും? ഒരു മിനിറ്റ് ഞാൻ കുറച്ച് സംസാരിക്കട്ടെ. അപ്പം ഗ്യാങ്ങിന് മൊത്തത്തിലുള്ള ചോദ്യമാണ്, കണ്ണാപ്പിയെ കൊണ്ട് ഈ ഗ്യാങ്ങിൽ എന്താണ് പ്രയോജനം എന്നുള്ള ആരും റിപ്ലൈ തരുന്നില്ല. പണ്ട് 2 വള്ളിയെങ്കിലും എടുത്തു തരുന്നു. അല്ല അതിന് കുറവൊന്നുമില്ല. പക്ഷെ വേറൊരു കാര്യമുണ്ട് ജോക്കി, നല്ല മാറ്റമുണ്ട് ഇവന്. അതായത് മെച്ചൂരിറ്റി ഉണ്ടല്ലേ, പണ്ടത്തെ പോലെ അല്ല. KVക്കൊക്കെ എതിരെ സിറ്റുവേഷൻ എടുക്കരുതെന്നൊക്കെ പറഞ്ഞാൽ ഇപ്പൊ സിറ്റുവേഷൻ ഒക്കെ സോൾവ് ചെയ്യുന്ന വിധത്തിൽ വരെ എത്തി. സാധാരണ ജോക്കി ഇവന്റെ ആരെങ്കിലും ഇപ്പൊ മാമന്റെ ആരെങ്കിലും ചന്തിക്ക് പിടിച്ചാലോ എന്തിനു പിടിച്ചാലും സിറ്റുവേഷൻ എടുക്കുന്നവനാണ്. പക്ഷെ മാമന് ഒരു മിനിറ്റ് ആ തപസ് ചെയ്യുന്ന പയ്യൻ മീറ്റിംഗിലോട്ടൊന്ന് ഫോക്കസ് ചെയ്യണേ. എന്നിട്ട് ബാക്കി പറഞ്ഞു. സാധാരണ എല്ലാത്തിനും സിറ്റുവേഷൻ എടുക്കുന്നവനാണ്. ഇപ്പൊ നമ്മൾ ഈ KV ഒക്കെ ഒരു പ്രശ്നങ്ങളൊക്കെ സോൾവ് ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് ഒരു പ്രശ്നം ഉണ്ടായപ്പം അതിന് അവന്റെ ഭാഗത്ത് ഒരു തെറ്റും ഇല്ലാത്തിരുന്നതിനകത്ത് ഇവൻ പോയി സോറി പറഞ്ഞത് സോൾവ് ചെയ്തു. പിന്നെ എനിക്ക് ചോദിക്കാനുള്ളത് ഇതാണ്, എനിക്ക് ഇഷ്ടപ്പെടാത്തത് മനസ്സിലായത്. എന്ത് ഗാർഡിയൻ, എന്താണ് ഗാർഡിയന്റെ സ്പെല്ലിംഗ്? ഇല്ല പോയി ഇവിടെ പിന്നെ ഞാൻ ഒരു കാര്യം, പെണ്ണുങ്ങളുടെ നേരെ തല്ലുകൊള്ളുന്ന ഇവനെയൊക്കെ പിടിച്ച് ടിവിയുടെ ഗാർഡിയൻ ആക്കുന്നതിന് ഞാൻ ഈ ഗ്യാങ് ഡിസ്മാൻഡിൽ ചെയ്യുന്നതാ. മനസ്സിലായ? അതിനൊക്കെ ഡിസേർവ്ഡ് ആയിട്ടുള്ള ആൾക്കാർ വേറെ ഉണ്ട്, ഞാൻ അവർക്ക് കൊടുത്തോളാം. തോറ്റത് ഇപ്പോഴും നീ അങ്ങ് എല്ലാരും മറന്നുപോയോ? എനിക്ക് അൽഷിമസ് ഉണ്ടോ? എനിക്ക് അണ്ണുന്റെ ബീഫത്തും ഇല്ല ഇത്. ജോക്കിയുടെ ബീവി എന്റെ ബീവി വരെ അടി മേടിച്ചിട്ടുണ്ടെങ്കിൽ സീരിയസ്ലി യു ആർ ഓൾമോസ്റ്റ് വെൽക്കം ടു വാക്ക് അവേ ഫ്രം ദിസ് മീറ്റിംഗ്. ഇറങ്ങി പോടാ മൈരയെന്നാണ് ഉദ്ദേശിച്ചത്. മനസ്സിലായോ? പിന്നെ എനിക്ക് പറയാനുള്ളത് ഇതിനകത്ത് സ്വന്തമായിട്ടല്ലേ ഇപ്പൊ പറ്റത്തുള്ളൂ. ഗേൾ ഫ്രണ്ട്സ് ഉള്ള എത്ര പേരുണ്ടെന്ന് വെച്ചാൽ എണ്ണിച്ചാൽ നന്നായേനെ. 1 2 എല്ലാരും നാട്ടെ ആ ലൈനിലൊന്നും അവിടെ അപ്പുറത്തൊന്നും ഉള്ളവർ അപ്പുറത്തൊന്നും പോയി. ചന്ദ്രൻ നിൽക്കുന്നതിന്റെ ഓപ്പോസിറ്റ്. എന്തുവാ ഇത്? നിന്നെ പറയുന്നുണ്ട്, നിന്റെ കാര്യം പ്രത്യേകിച്ച് ഞാൻ പറയുന്നുണ്ട്. 1 2 3 4 5 6 7 8 പേർക്ക് ഇവിടെ പെണ്ണുണ്ട്. ബോയ്ഫ്രണ്ട് അതൊന്നും എനിക്ക് അറിയണ്ട. അപ്പൊ പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഒരു കാര്യം ചോദിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ രാത്രി നിനക്കൊന്നും ഈ ഗ്യാങ് ഫണ്ട് അലോക്കേറ്റ് ചെയ്യാനോ ഗ്യാങ്ങിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കാനോ ഒന്നിനും നിങ്ങൾക്കൊരു ശുഷ്കാന്തിയില്ല. രാത്രി ആവുന്ന സമയത്ത് തോളെ കെട്ടി മറ്റേ ഫ്ലോട്ടിനകത്ത് മറ്റേ ശിവൻ ഇരിക്കുന്ന കണക്ക് ഒന്നിന്റെ മുകളിൽ ഒന്നായിട്ട് സഞ്ചരിക്കുന്നതിനൊന്നും ഒരു കുഴപ്പമില്ലല്ലോ. മന്ദാരം ഇങ്ങോട്ടൊന്ന് വന്നേടാ. മന്ദാരം നിനക്ക് ഓൾറെഡി നിന്റെ നെഞ്ചത്തൊരു പൂച്ചയുണ്ട്. രാത്രി ആകുമ്പോ ഈ പൂച്ച മൂലത്തിൽ പോവും, പെണ്ണ് ഫ്രണ്ടി വരും. അല്ല ഇതെന്താണ് ഇതിന്റെ ഒരു ഗുട്ടൻസ് എന്താന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ഇതെന്താണ് സംഭവം? ഈ ഗ്യാങ്ങില് കേറുന്നതിന് മുന്നേ നിന്റെ അടുത്തൊക്കെ എഴുതി വാങ്ങിച്ചിട്ടുള്ളതാണ് പെണ്ണ് പാടില്ല, ഗ്യാങ് ഹൗസിൽ പെണ്ണ് കേറ്റരുത് എന്നുള്ളത്. നമ്മള് പ്രോപ്പർലി ഫാമിലി ഡ്രിവൺ ഒരു ഗ്യാങ് ആണ്. മനസ്സിലായോ? നാം ഒന്ന് നമുക്കൊന്ന്. മനസ്സിലായോ? അതിന്റെ ഇടയ്ക്ക് കയറ്റിയിട്ട് നീയൊക്കെ ഈ രാത്രി ഈ കാണിക്കുന്ന കൂത്താട്ടം എന്താന്ന് എനിക്ക് സീരിയസ്ലി മനസ്സിലായില്ല. പ്ലീസ് എക്സ്പ്ലെയിൻ.
വെരി ബാഡ്. ആ സ്നൈപ്പർ ഞാൻ പലവട്ടം ഞാനത് വാൺ ചെയ്തിട്ടുള്ള നിങ്ങൾ ഗോഡ് ഫാദറോട് സംസാരിച്ചു എനിക്ക് അറിഞ്ഞൂടാ. ഒരു സെക്കൻഡ് കണ്ണാപ്പി ഇവിടെ ഇരിക്കുന്നത് ശരിയല്ല അണ്ണ അവിടെ അണ്ണന്റെ കൂടെ നിക്കണം കേട്ടാ. കാരണം നമ്മൾ മാറിക്കഴിഞ്ഞാൽ അവന്മാരെ ഇറക്കി നിൽക്കും. ഈ ഇളക്കം എന്തോ എനിക്ക് മനസ്സിലായില്ല. ജുഗ്രു എന്തിയാടാ ജുഗ്രു? ഞാൻ പറയണ പുതിയ പിള്ളേരല്ലേ കുറച്ച് നമുക്ക് ഈ ജുഗ്രു എന്തിയാടാ? ജുഗ്രു ഇങ്ങോട്ട് വന്നേടാ. നീ എന്നെ ഒരു ജുഗ്രു നീ എന്നെ ഒരു സഹോദരനായിട്ടല്ലേ കാണുന്നേ? അച്ഛന്റെ എടാ എനിക്ക് ഇപ്പൊ ഒരു നാലുമ്മ ഒരു നാലുമ്മടാ സഹോദരൻ സഹോദരനെ നാലുമ്മ. ഞാൻ ഇടയ്ക്ക് ഞാനൊരു പുള്ളി വഴി അറിഞ്ഞ നമുക്ക് ഇവിടെ കുറച്ച് സ്പൈ ഉണ്ട്. എടാ നീ ഈ രാത്രി പടി കയറി മറ്റേ പടനി പോന്ന കണക്ക് കയറി ഏതെങ്കിലും മലയുടെ മുകളിൽ പോവും, എന്നിട്ട് അവിടുന്ന് ഒരു പെണ്ണിനെ തോളത്തുനിന്ന് ഇറക്കും. നീ എന്താണ് എന്ന് പറയുന്ന ഒരു ഗ്യാങ്ങിന് ഒരു ഇതുണ്ട് മനസ്സിലായോ? ഒരു ക്വാളിറ്റി ഉണ്ട്, ഒരു ക്വാളിറ്റി. അല്ലാണ്ട് ഈ മലയുടെ മുകളിൽ പോയിട്ട് മറ്റേ ഇല്ല ഇങ്ങനെ വന്നിട്ട് പിന്നെ ഉമ്മക്ക് എങ്ങനെ ചോദിക്കാണ്ട് ഉമ്മ പിന്നെ വേറെ ഭാഷ ചോദിക്കാൻ പറ്റുമോ? എന്തിനാണ് ഈ രാത്രി പാതിരാത്രിയിലൊക്കെ മലയുടെ മുകളിൽ പോയിട്ട് ഉമ്മ വയ്ക്കുന്നേ? ഇപ്പോഴത്തെ പിള്ളേർക്കൊക്കെ എനിക്ക് അതൊന്നും അറിയണ്ട. ഇപ്പോഴത്തെ പിള്ളേരോ അപ്പുറത്തെ പിള്ളേർ ഇവന്മാരൊക്കെ ഇറങ്ങിപ്പോട്ടെ, ഒരു പ്രശ്നവുമില്ല. നീ പൊക്കോ നമ്മുടെ കോലീഡറിന് ഇവനെ ആവശ്യത്തിന് ലുക്കും എല്ലാം ഉണ്ട് ഇല്ലേ ചന്ദ്രന്? എന്നിട്ട് ഇവൻ ഒരു പെണ്ണ് കെട്ടാത്ത ഒരു കൊച്ചിനെ ദത്തെടുത്ത് വളർത്തുന്നില്ലേ? ഇല്ലല്ലേ കെട്ടി കേട്ടിട്ടില്ല. ഇവിടെ വന്നപ്പോ ഞാൻ ആദ്യം പറഞ്ഞത് എന്റെ അടുത്ത് ഒരുത്തം വന്ന് പറഞ്ഞത് അണ്ണന്റെ ഗാങ്ങിലെ മോബി എന്ന് പറയുന്ന ഒരു പെണ്ണുമായിട്ട് റിലേഷൻഷിപ്പ് ആയി. ആ പെണ്ണ് ഇപ്പൊ പ്രഗ്നന്റ് ആണ്. എടാ ഇതൊക്കെ എന്തുവാടാ സത്യം പറഞ്ഞ? ഇത് TV എന്ന് പറയുന്നൊരു ഗാങ്ങിന്റെ ഒരു സാധനത്തില് ഇത് എന്താടാ ഇപ്പൊ? ഇത് രാത്രിയാകുമ്പോ മല കയറ്റം, തോളിൽ കയറ്റം, പിന്നെ ആവുമ്പോ പ്രഗ്നൻസി, ഇതൊക്കെ ഒരു ഗാങ്ങിന്റെ ഒരു ടോട്ടൽ ഓറ തകർക്കുന്ന സാധനങ്ങളാണ്. മനസ്സിലായോ ജോഗി? പക്ഷേ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ജോഗി, ഇവന്മാരാരും ഇതുവരെ ഒരു പെണ്ണിനെ പോലും നമ്മുടെ ഗ്യാങ് ഹൗസിൽ കൊണ്ടുവരുമോ? അതൊന്നും എനിക്ക് അറിയണ്ട. ഇത്രയും റോഡിനകത്ത് നടന്ന വീടും മരവും കിടക്കുന്ന സമയത്ത് ഗാങ് ഹൗസിൽ കൊണ്ടുവന്നില്ലെന്ന് പറഞ്ഞാൽ എന്തൊരു ഇതാണ് ഇത് പോയിന്റ്. ഗാങ് ഹൗസിൽ കൊണ്ടുവന്നില്ല, ഇതെന്ത് ഹോട്ടലോ അല്ലോ ഇതിനകത്തോട്ട് കൊണ്ടുവരാൻ പറഞ്ഞ ഉടനെ പറയാം ഗാങ് ഹൗസിൽ കേട്ടിട്ടില്ല. ജോഗി, നമ്മൾ പണ്ട് തൊട്ടേ എടുത്തൊരു ഡിസിഷൻ ആണല്ലോ ഗ്യാങ് ഹൗസിനകത്ത് പെണ്ണുങ്ങളെ കൊണ്ടുവരാൻ പാടില്ല എന്നുള്ളത്. അത് നമ്മൾ ഇപ്പോഴും കീപ്പ് ചെയ്യുന്നുണ്ട്. എനിക്ക് അത് അനത്തൊക്കെ കയറ്റി കഴിഞ്ഞാൽ അപ്പൊ പുറത്താക്കും, അത് വേറെ കാര്യം. സീരിയസ്ലി ഞാൻ പറയുക എന്റെ പൊന്നു സഹോദരങ്ങളെ, ഇതിനകത്ത് നമുക്ക് ഈ പെണ്ണുങ്ങളുമായിട്ടുള്ള എനിക്കറിയാം പ്രായത്തിന്റെ ഓരോരോ ചഞ്ചലകളും മറ്റേതും മറിച്ചതും ഒക്കെ നമുക്ക് മനസ്സിലാവും. പക്ഷെ എന്നും പറഞ്ഞിട്ട് ഈ രാത്രി മലകയറ്റം ഒന്ന് ശരിക്കും കുറയ്ക്കണം. ഞാൻ സിറ്റിയിലുള്ള സമയത്ത് ഈ മല കയറുന്നത് കണ്ട ഉറപ്പായിട്ട് സ്പോട്ടിൽ ആ പെണ്ണിനെ വെടിവെച്ചിടും, നിന്നെ വെടിവെച്ചിടും, ഗ്യാങ്ങിൽ നിന്ന് പുറത്താക്കുകയും ചെയ്യും. അപ്പം ഈ മലകയറ്റവും ഈ പരിപാടിയൊക്കെ നിർത്തിയിട്ട് അല്ല ഇവൻ എന്തോ ഈ കാലും കവച്ചു വെച്ചിരിക്കുന്നത്, ഞാൻ എന്തോ വല്ല കുന്തം പിടിച്ചിരിക്കുന്ന ലുട്ടാപ്പിയാന്നോ കണ്ണാപ്പി? അപ്പം ഇത് കുറച്ചിട്ട് ഗ്യാങ്ങിന്റെ പെർഫോമൻസ് കൂട്ടുക എന്നുള്ളതാണ് നമ്മുടെ ഒരു മുഖ്യമായ ഒരു സാധനം. അല്ല ഒരു മിനിറ്റ് ജോക്കി റിലേഷൻഷിപ്പ് ഉള്ളവരെല്ലാം അവിടെ പോകാൻ പറയുമ്പോ മുച്ചിരി അവിടെ പോയി അവനൊന്ന് വിളിച്ചു ജോക്കി. അവനെ വിളിച്ചിട്ട് ആ റിലേഷൻഷിപ്പിന്റെ ഡീറ്റെയിൽസ് പറയാൻ പറഞ്ഞു. എടാ PL 40 ദേവി അടിച്ചു പോവല്ലേ സിറ്റി. എന്തൊരു അവസ്ഥയാടാ. ഹലോ ഹലോ പറയടാ എന്തേ
അല്ല നീ റിലേഷൻഷിപ്പുള്ളവരെല്ലാം അവിടെ പോകാൻ പറഞ്ഞപ്പോ ഒരു മിനിറ്റ് ഞങ്ങളുടെ നാട്ടിലൊക്കെ ഈ എപ്പോഴും നാക്ക് പുറത്തിട്ട് എടുക്കുന്നവനെ കടുവത്സാന്നാ വിളിക്കുന്നത്. കടുവത്സന അല്ല ഇതൊക്കെ നാക്ക് പുറത്തോട്ട് സ്റ്റഫ് ചെയ്ത് വെച്ചേക്കുവാ ഇങ്ങനെ നാവിന് ഭയങ്കര ചൂട് അതിനോണ്ട് പുറത്തിട്ടെ ചൂടെടുക്കുന്ന എല്ലാം നീ പുറത്തിടും. അപ്പൊ ഇച്ചിരി ഈ റിലേഷൻഷിപ്പ് ഉള്ളവർ അപ്പുറത്ത് വന്നപ്പോ മോൻ എന്തിനാണ് അപ്പുറത്ത് പോയേ? ഞങ്ങക്കുണ്ടല്ലോ റിലേഷൻഷിപ്പ്. റിലേഷൻഷിപ്പ് ഒന്നും ഐശ്വര്യ ഇന്നലെ 18 വയസ്സ് അതിനോണ്ട് റിവീലാക്കാൻ ഐശ്വര്യയൊക്കെ ഏതാ? ഐശ്വര്യ അന്റെ പെണ്ണ് ഐശ്വര്യ ഇന്നലെ 18 വയസ്സ് അതിനോണ്ട് റിവീലാക്കാണ്ട് നിന്നെ റിവീലാക്കാന്ന് വിചാരിച്ചു. വണ്ടി വല്ലോ? അല്ല 18 വയസ്സ് ഞങ്ങക്ക് 18 വയസ്സായിനല്ലോ അപ്പൊ അത് പോക്സ് ആവുമല്ലോ. നിനക്ക് ബോക്സ് അല്ലെങ്കിൽ നമ്മളെ അമ്മയ്ക്കുണ്ട് ഇവിടെ. ഈ ഗ്യാങ്ങിന്റെ ഇത് വേറൊരു കാര്യം, ദേവൂട്ടന്റെ ഒരു പടം വെക്കണം കേട്ടോ. ദേവൂട്ടന്റെ ഒരു പടം വെക്കണം. കുട്ടിയുടെ പടം കൊണ്ട് അപ്പൊ മുച്ചിരി ഞാൻ ഒരു കാര്യം പറയട്ടെ സീരിയസ്ലി. എന്താണ് മുച്ചിരി ഗ്യാങ്ങിന് വേണ്ടി ചെയ്തിട്ടുള്ളത്? ഒന്നും ചെയ്തിട്ടില്ല. ഒന്നും ചെയ്യില്ല. പിന്നെ എന്തോ ഇവിടെ നിൽക്കുന്ന ഇറങ്ങി പോകൂടെ? നിന്നെ ഗ്യാങ്ങിൽ എടുത്തതിന് പിന്നിൽ സ്ലോട്ടിന്റെ കാര്യത്തിൽ തീരുമാനമായിട്ടുണ്ട്. ഒരു ഇത് കാണുമല്ലോ, മനസ്സിലായോ? ഒരു മോട്ടിവേഷൻ അല്ല, ഒരു ഔചിത്യം കാണുമല്ലോ നമുക്ക്. എന്തിനാ ഗ്യാങ്ങിൽ എടുക്കുന്നേ? ഔചിത്യം കത്തിപ്പോയേ. നാന് സപ്പോർട്ട് ആയിക്കല്ലേ. എടാ അത് തീരുമാനമാണ്. കണ്ണാപ്പിക്ക് ഒരാഴ്ച സസ്പെൻഷൻ, ആ സ്ലോട്ടിൽ മാമൻ ഒരാഴ്ച എങ്ങനെ പെർഫോം ചെയ്യുന്ന നോക്കിയിട്ട് കെവിന്റെ കാര്യത്തിൽ നീ ഒരു ഡിസിഷൻ എടുത്തിട്ട് എന്താന്ന് വെച്ചാൽ കാണിച്ചു. വന്നില്ലെങ്കിൽ ഇന്ന് ഇപ്പൊ കേറിയില്ലെങ്കിൽ മാറ്റാൻ ചോദിക്കും. കേറിയില്ലെങ്കിൽ അത് തന്നെ. ഇപ്പൊ കേറിയില്ലെങ്കിൽ മാറ്റാം ഉറപ്പായിട്ടും. കേറിയില്ലെങ്കിൽ നമ്മൾ ഇവിടുന്ന് മീറ്റിംഗ് കഴിയുന്നതിന് മുന്നേ കേറിയില്ലെങ്കിൽ അതാണ് ഡിസിഷൻ. അത് മാറ്റമൊന്നുമില്ല. അപ്പൊ മുച്ചിരി ഞാൻ നേരത്തെ ചോദിച്ചതിന്റെ ഉത്തരം എനിക്ക് പറഞ്ഞായിരുന്നല്ലോ. കേട്ടില്ല അതിനൊക്കെ മുമ്പ് ഞാൻ കത്തി. എങ്ങനൊന്നും മനസ്സിലാക്കുന്നത് വെള്ളമാണ് ലോക്കറുണ്ട്. എന്തും ചെയ്യുന്നുണ്ട്. അപ്പൊ പിന്നെ എല്ലായിടത്തും ഞാൻ ഇത് ചെയ്യുകയാണ്, എന്തോ കൺക്ലൂഡ് ചെയ്യുകയാണ്. ദൈവത്തെ ഓർത്ത് ഈ സിറ്റുവേഷൻ എടുക്കുന്ന സമയത്ത് വേണ്ട, ആൾക്കാർ ഇങ്ങോട്ട് വരട്ടെ. പിന്നെ റീസൺ അല്ലാത്ത പ്രോപ്പർ സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ മാത്രം അങ്ങോട്ട് മാന്തി സിറ്റുവേഷൻ എടുക്കും എന്താ വെച്ചാൽ കാണിച്ചു. അല്ലാത്ത പക്ഷം വെറുതെ നമ്മൾ അങ്ങോട്ട് പോയി മാന്തി നമ്മളൊരു വള്ളി ഗ്യാങ് ആവരുത്. മനസ്സിലായോ? സിറ്റുവേഷൻ ഒക്കെ എടുത്തോ, പക്ഷെ അതൊരു പ്രോപ്പർ സിറ്റുവേഷൻ ആണെങ്കിൽ കുഴപ്പമില്ല. അല്ല ചുമ്മാ കയറി അവിടെ ഇവിടെ. പിന്നെ അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഗ്യാങ്ങില് ഒരാഴ്ച മോണിറ്റർ ചെയ്യും. നമ്മൾ ആരും തെറി ഉപയോഗിക്കുന്നത് ഏത് രീതിക്കുള്ള തെറിയാണെങ്കിലും. മനസ്സിലായോ? എടാ മനസ്സിലായോ? അങ്ങോട്ട് ഉഷാറാണ്. നീയൊക്കെ രാത്രി മല കയറാൻ പോകുമ്പോ നിനക്കൊക്കെ ഇല്ലാത്ത എല്ലാരും ഒരുമിച്ച് ഒരേപോലെ മുന്നേറുക എന്നുള്ള കാര്യം. ഇത്രയൊക്കെ ഉള്ളൂ. അപ്പൊ എല്ലാരും പറഞ്ഞോ. അപ്പൊ നമ്മളെല്ലാം അണ്ണനെ പോലെ അതെ എല്ലാരും ഞാനും അല്ല നിങ്ങളത് ജോക്കിക്ക് അറിയാം ഞാൻ എങ്ങനെയാണ് ടിവിക്ക് വേണ്ടി നിൽക്കുന്നതെന്ന് അറിയോ? എനിക്ക് ഇവനെ മാത്രമല്ല, ഇവനെ കണ്ട് പഠിക്കും നിങ്ങള്. പെണ്ണിന്റെ ശരി അതെ പെണ്ണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന്റെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, അവന്റെ അണ്ടി പ്രവർത്തിക്കരുതെന്ന്. നിങ്ങൾ ആരും ആ സാധനം പ്രവർത്തിപ്പിക്കരുത്. കാരണം ഇവിടെ കുഞ്ഞുങ്ങളും കുട്ടികളും ഒന്നും വേണ്ട. മനസ്സിലായോ? ഇന്നലെ വെളുപ്പകാലം 12 മണിക്ക് മൗണ്ട് ചില്ലാണ്ട് മണ്ടലായിരുന്നു. ഓൾറെഡി ആയിപ്പോയതോ. സിറ്റി പഠിക്കാൻ വല്ലതായിരിക്കും. അവൻ അങ്ങനത്തെ പോത്തില്ല. ഞാൻ എടുത്ത് വളർത്തിയവനാ. അങ്ങനൊന്നും പോത്തില്ല. ജോഗി ഇതൊക്കെ ജോഗി കണ്ടില്ലേ ഇപ്പൊ പുതിയ സ്ഥലം വന്ന് ഞാൻ കൊണ്ട് കാണിച്ചില്ലായിരുന്നോ ജോഗിയെ? അതേപോലെ ചില്ലയാടില് പുതിയ സ്ഥലം വന്ന്. ഇതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണ്ടേ?
ഇവൻ എന്താണ് ഈ പൊഹ വലിച്ചോണ്ടിരിക്കുന്നത് നമ്മുടെ മുമ്പിൽ? ആരുടെ മുമ്പിൽ നീ ഇപ്പൊ ഇത് കാണിച്ചേ? ഇല്ല ഞാൻ ഒന്നും കാണിച്ചില്ലല്ലോ. പിന്നെ നമുക്ക് സത്യം പറഞ്ഞ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, മറ്റേ സാധനത്തിന്റേത് ഒരാഴ്ചത്തെ സസ്പെൻഷന്റെ കാര്യം ഞാൻ മീറ്റിംഗ് തീരുന്നതിന് മുന്നേ ഇതായിട്ടില്ലെങ്കിൽ ഞാൻ ഡിസൈഡ് ചെയ്യുവേ. വന്നല്ലേ ഇത്ര നേരം എവിടെ ആയിരുന്നടാ നെറ്റ് റീസ്റ്റാർട്ട് ചെയ്യായിരുന്നു. നെറ്റ് അതെ, ഗ്രൂപ്പിൽ നിന്നൊക്കെ മെസ്സേജുകൾ എത്തണ്ടേ, ഇതാണ് ഡിസിഷൻ എന്നുള്ളതിന്റെ ഒക്കെ. അത് പേഴ്സണൽ ഇൻബോക്സിൽ എത്തുമ്പോഴത്തേന് കുറച്ച് ലേറ്റ് ആവും. പാവം ഉണ്ടാ മാവൻ. നിന്നെ കുറിച്ച് ഞാനൊരു കാര്യം പറയട്ടെ വാസു, ഒന്ന് പോസ് ചെയ്തോട്ടെ ഒരു മിനിറ്റ്. നിന്നെ കുറിച്ച് മൾട്ടിപ്പിൾ ആയിട്ട് കുറെ ആൾക്കാർ നീ രാത്രി മല കയറാൻ പോയി, പിന്നെ ദർന്നും പറഞ്ഞിട്ട് ഒരുത്ത മുച്ചിന്റെ അടുത്ത് ഇത്ര നേരം പറഞ്ഞു ദർന്ന് പോയിട്ടുണ്ട്. അണ്ണം വരുന്ന സമയത്ത് ഗോഡ് ഫാദർ ഇപ്പൊ പോകും, എല്ലാത്തിനും കിട്ടുവേ, എല്ലാത്തിനും കിട്ടും. സസ്പെൻഷൻ നല്ല ഡിസ്മിസൽ ആയിരിക്കും. പണ്ടത്തെ ഗാങ്ങിലെ അണ്ണൻ മിസ് ചെയ്തവരെ മനസ്സിലായോ? വാസു സീരിയസ്ലി ഞാൻ എന്തൊരു കാര്യം പറയൂ, നീ ഈ ഗാങ് പ്രോപ്പർ ആയിട്ട് നോക്കുമെന്ന് വെച്ചിട്ടാണ് ഞാൻ ഇവിടുന്ന് ഇല്ല ജോക്കി. അത് വാസുമോന്റെ ഒരു മാസ്റ്റർ പ്ലാൻ ആയിരുന്നു, അത് എല്ലാവരുടെ അടുക്കുകയും പറഞ്ഞിട്ടില്ല. വാസുമോൻ അത് അപ്രൂവൽ വാങ്ങിയില്ല ജോക്കിയുടെ നിന്ന്. ഇല്ലല്ല, ഇനിയിപ്പോ അപ്പം പറഞ്ഞു ഞാൻ സംശയം മാറ്റം ഇതൊക്കെ തെളിയിക്കണം എന്നുണ്ടെങ്കിൽ അപ്പം പറഞ്ഞു. തെളിയിക്കണ്ട, എന്തിനു തെളിയിക്കണം? ഞാൻ ജോക്കി, നമ്മുടെ ഗാങ്ങിൽ നിന്ന് കുറച്ച് പേര് ഇപ്പോൾ ഇറങ്ങിയിട്ട് അവര് മറ്റുള്ള ഗാങ്ങുകളിൽ സ്പൈ ആയിട്ട് കയറാൻ പോവാണ്. അതാണ് പ്ലാൻ ദർ. ഓപ്പറേഷൻ ദർ. കൊള്ളാം. അത് നല്ലതാണ് ആ പരിപാടി. അതെ, അത് വെളിയിൽ വിട്ടിട്ടില്ലായിരുന്നു, പക്ഷെ ജോക്കിയോട് അത് പറയാലേ വാസുമനെ. പിന്നെ വേറൊരു കാര്യം കൂടെ പറഞ്ഞു, ഷാൻ എന്ന് പറഞ്ഞൊരു സാധനം കൂടെ. നീ ഷാൻ എന്തുവാ? അതൊക്കെ സെക്കൻഡ് പാർട്ടാണ് ജോക്കി. അത് ഞാൻ തന്നെ പറഞ്ഞുതരാം. ഇതില് ഓപ്പറേഷൻ ദർശില് ആദ്യ സ്പൈ ആയിട്ട് പോണത് ഞാൻ തന്നെയാണ്. രൂപമൊക്കെ മാറി. എന്റെ ക്യാരക്ടറിന്റെ പേരാണ് ഷാൻ റഹ്മാൻ. ഇങ്ങനത്തെയൊക്കെ കണ്ടു പണിയടാ മാക്കാമാരെ. ഇങ്ങനെയൊക്കെയാണ് പ്രൊഡക്റ്റീവ് ആയിട്ട് രാത്രിയാവുമ്പോ മലയുടെ മുകളിലും കാടിന്റെ മുകളിലും ഇപ്പൊ ഇരുട്ടിന്റെ മറവിലൊക്കെ ഇരുന്ന് ചെയ്യുന്ന പരിപാടി ഇവൻ കണ്ടുപടി. പാസ്മോനെ കണ്ടുപടി. അടുത്ത ആയിട്ട് കയറാൻ പോകുന്നു. കണ്ടില്ലല്ലോ എവിടെയും വല്ല മലയുടെ മുകളിലോ ആരും ഒന്നും പറഞ്ഞിട്ടുമില്ല. ജോഗി 2 മിനിറ്റ് കഴിയുമ്പോ ട്രാൻസാക്ഷൻ നടത്തണേ കറക്റ്റ് ആയിട്ട്. കേട്ടോ അത് 2 മിനിറ്റ് ട്രാൻസാക്ഷൻ. എല്ലാം റെഡി ആയിട്ടിരുന്നോണേ. 2 മിനിറ്റ്. ഹലോ പറഞ്ഞു. നമ്മള് അന്ന് വസന്തത്ത് പറഞ്ഞൊരു ഡേറ്റ് പരിപാടിയിലത് ഇവന്റിന്റെ അത് നടത്താൻ പറ്റിയില്ല, കുറച്ച് പണി കിട്ടി. അപ്പൊ നമ്മൾ 6-ാം തീയതി നോക്കുന്നുണ്ട്. അപ്പൊ വാസവന്റെ ഡേറ്റ് കിട്ടുന്നുണ്ടെങ്കിൽ നടത്തായിരുന്നു. 6-ാം തീയതി അല്ലേ? എടാ 9 ആക്കും. അതാവുമ്പോ കറക്റ്റ് ആണ്, സെറ്റ് ആണോ എല്ലാം? ഇതാണ് കാരണം ദേവൂട്ടന്റെ ബർത്ത്ഡേ ഉണ്ട്. അപ്പൊ 9-ാം തീയതി ആക്ക്. 9-ാം തീയതി 9 അല്ല, അല്ലെങ്കിൽ ഒരു റൗണ്ടഡ് ആയിട്ട് ഒരു 10 ആക്കിക്കോ. കറക്റ്റ് 10 ആക്കിക്കോ. 10-ന് നമുക്ക് എല്ലാരും ഉണ്ടാവും, സെറ്റ് ആക്കാം. 9 അല്ലേ 10? 9 അല്ലേ 10? അതായത് ഏത് ഐഡിയൽ ടൈം എപ്പോഴാന്ന് വെച്ചാൽ ചന്ദ്രനോട് പറഞ്ഞാൽ മതി. അപ്പൊ അതാകുമ്പോ നമുക്ക് എല്ലാം അടിപൊളിയായിട്ട് കിടലായിട്ട് നടത്താം. ഓക്കെ, വേറെന്തെങ്കിലും ഉണ്ടോ? വേറെ സംസാരിക്കാൻ പറ്റാറില്ല. അല്ലടാ, ഞാൻ പറയണ നിങ്ങളത്തെ എല്ലായിടത്തും ഇൻ കേസ് ഇപ്പൊ സിറ്റിസൺ ആയിട്ടൊക്കെ എന്തെങ്കിലും ടി വിയിലെ പ്ലേയേഴ്സ് ആരുടെയെങ്കിലും വരാനാണെങ്കിൽ ആദ്യം തന്നെ
ഇവരോട് ഞങ്ങൾ ബ്ലാക്ക് മാഫിയയിൽ ഉള്ളതാണെന്ന് അങ്ങ് പറയണം. അത് പാസ്സാവുന്നതിന് മുമ്പ്. ഇവർക്ക് നമ്മളെ എല്ലാരും നമ്മളെ അറിയാം. അല്ല എന്നാലും ഞാൻ പറയാം എന്തെങ്കിലും കേസിൽ വരും, അങ്ങനെ വരുവാണെങ്കിൽ ബ്ലാക്ക് മാഫിയ ആണെന്ന് അങ്ങ് പറഞ്ഞാൽ മതി. അപ്പൊ അവർക്ക് മനസ്സിലാവും. ലെവി അറിയില്ല. കണ്ടിരിക്കണ പരിചയമില്ല.